ഒരു 2 വർഷം മുൻപ് യുവാക്കൾക്കിടയിൽ വൈറലായ ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ. പെട്ടെന്ന് ദേഷ്യം വരുന്ന, അലറിക്കൊണ്ട് മാത്രം ഇമോഷൻസ് പങ്കുവെക്കുന്ന റോബിനെ അവർ നെഞ്ചോടാണ് ചേർത്ത് വെച്ചത്. എന്നാൽ അതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു മക്കളെ. ഇത് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ റോബിൻ തന്നെയാണ്. ബിഗ് ബോസ് മലയാളം താരമായ റോബിൻ രാധാകൃഷ്ണന്റെയും സംരംഭക ആരതി പൊടിയുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹത്തിന് പിന്നാലെ ഇരുവരുടെയും ഹണിമൂൺ യാത്രകളും ആഘോഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുക തന്നെ ചെയ്തു. ഹണിമൂൺ ആഘോഷിക്കാൻ 24 രാജ്യങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു റോബിൻ ആരാധകരോട് പങ്കുവച്ചത്. എന്നാൽ ആദ്യ രാജ്യം സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത യാത്ര റോബിനും ആരതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. റോബിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നേരിട്ടതിനാലാണ് യാത്ര മാറ്റിവെച്ചത് എന്നായിരുന്നു താരങ്ങൾ അറിയിച്ചത്. ഇപ്പോഴിതാ അന്ന് എന്താണ് സംഭവിച്ചതെന്നും ബിഗ് ബോസിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നും പറയുകയാണ് റോബിൻ. കുട്ടിക്കാലത്ത് തന്നെ ഹണിമൂണിന് പോകണമെന്നൊക്കെ റോബിന് വലിയ ആഗ്രഹമായിരുന്നു അത്രേ. വിവാഹം കഴിക്കുമ്പോൾ തങ്ങളെ സ്പോൺസർ ചെയ്ത് യാത്രകൾക്കൊക്കെ കൊണ്ടുപോയാൽ നല്ലത് എന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ടത്രേ. ബിഗ് ബോസിന് മുൻപാണ് ഇങ്ങനെ ചിന്തിച്ചത്. ആ ആഗ്രഹമാണ് സാധിച്ചത്. 2 വർഷം കൊണ്ട് 24 രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അതിൽ ഒരു രാജ്യം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. അസർബൈജാൻ, അതിനുശേഷം ബാലി പോകാനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തതാണ്. കോവിഡിന് ശേഷം പ്രതിരോധ ശേഷിയൊക്കെ നന്നായി തന്നെ കുറഞ്ഞു. മെഡിക്കേഷൻ എടുത്താലും പ്രശ്നമാണ്. കഫത്തിൽ ബ്ലഡ് വരുന്ന സിറ്റുവേഷൻ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോഴാണ് ന്യൂമോണിയയുടെ ആദ്യ സ്റ്റേജ് ആണെന്ന് അറിഞ്ഞത്. അങ്ങനെ ആ യാത്ര ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോ ഒന്നും ഇടേണ്ടെന്ന് ആദ്യം കരുതിയതാണ്. എന്നാൽ ബാലിയിൽ പോകുന്നുവെന്ന സ്റ്റോറിയൊക്കെ ഇട്ട് പിന്നെ അസുഖമായത് പറയാതിരിക്കുമ്പോൾ കഥ ഉണ്ടാക്കിയതാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഇട്ടത്. കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ കരുതുന്നത് 2 വർഷത്തേക്ക് പൂർണ്ണമായും ഹണിമൂൺ ആണെന്നാണ്. അങ്ങനെയല്ല, 2 വർഷത്തിനുള്ളിൽ 24 രാജ്യം പോയി തീർക്കുമെന്നാണ് താൻ പറഞ്ഞത്. വിവാഹത്തിന് ശേഷം ലൈഫിൽ വന്ന ഏറ്റവും വലിയ മാറ്റം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചു എന്ന് തന്നെയാണ് അത്രേ. ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്ന, അഗ്രസീവ് ആയിരുന്ന, റിയാക്ട് ചെയ്തിരുന്ന രീതിയൊക്കെ നന്നായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും നിയന്ത്രണമുണ്ട് ഇപ്പോൾ. പ്രായമാകുമ്പോൾ സ്വാഭാവികമായും നിയന്ത്രണം വരുമല്ലോ, റോബിൻ പറയുന്നു. ബിഗ് ബോസിന് മുൻപ് വളരെ സൈലന്റ് ആയിരുന്ന ആളാണ് റോബിൻ. അധികം ടാലന്റ് ഇല്ലാത്ത ഒരാൾ, എന്നാൽ പരമാവധി പ്രശസ്തി, അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ബിഗ് ബോസ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രശസ്തി 1 വർഷം അതുപോലെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു. കണ്ടന്റിന് വേണ്ടി തന്നെ പലതും ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫും വേറെ തന്നെയാണ്. ഈ പ്രശസ്തിക്കെല്ലാം താൻ തന്നോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു റോബിൻ. ഇപ്പോൾ കൂടെ സപ്പോർട്ട് സിസ്റ്റമായി പൊടി കൂടി വന്നിട്ടുണ്ട്. ഇത്രയും അഗ്രസീവായ, ടോക്സിക് ആയ ആളെ വേണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ പൊടി ഭയങ്കര പാവാണ്. ഒന്നാമത് പൊടിക്ക് തന്നെ നന്നായി അറിയാം, താനില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പൊടിക്ക് വേറെ 10,000 ചെക്കന്മാരെ കിട്ടും. എന്നിട്ടും പൊടി തന്നെ തിരഞ്ഞെടുത്തെങ്കിൽ തന്നിൽ എന്തോ നല്ലതില്ലേ എന്നാണ് റോബിൻ ചോദിക്കുന്നത്.